ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു ആൻഡ് വാട്ട് ദേ വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ എന്നുള്ളത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ്സാണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. അവർ നിങ്ങളോട് പറയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ, അതുമല്ല അവർ എന്താണ് നിങ്ങളോട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ റീഡിംഗ് എടുക്കുമ്പോൾ എന്താണ് വരുന്നത് അത് തന്നെ നമുക്ക് റീഡ് ചെയ്തെടുക്കാം. വാട്ട് ദേ റിയലി വാണ്ട് ടു ടെൽ യു ഓർ വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു. ഓക്കെ, യെസ്, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലും കുറേയധികം ചിന്തകളുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം അവരുടെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ ഇൻറ്റ്യൂഷൻസ് എന്തൊക്കെയാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ബ്ലോക്കേജസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസ്, അതായത് ഒരു ലോങ് ഡിസ്റ്റൻസ് പോലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ കോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ രണ്ടുപേരും എന്ന് കാണുന്നു. ആൻഡ് ഈ വ്യക്തി കുറേയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിൽ കുറേയധികം പ്രശ്നങ്ങളുമുണ്ട് എന്നാണ് കാണുന്നത്. സാമ്പത്തികമായിട്ടൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കുറേ കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ട് എന്നും കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ തന്നെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി കുറച്ച് പ്രയോറിറ്റി കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് ഇവർ കുറച്ച് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് ഈ വ്യക്തി എന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ഓൾറെഡി ഈ വ്യക്തി ആ ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അതായത് അവർക്ക് കുറേയധികം റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ ആ വീട്ടിൽ കുറേ കാര്യങ്ങൾ, ചിലപ്പോൾ ആ വ്യക്തിയുടെ വീട്ടിൽ മാരേജ് പോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഈ വ്യക്തിയിലായിരിക്കാം. അവർക്ക് ബാങ്ക് ബാലൻസ് കറക്റ്റായിട്ട് ഉണ്ടാവില്ല. അതായത് അവർക്ക് കരിയറിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഈ വ്യക്തി നേരിടുന്നുണ്ട്. എങ്കിൽ പോലും അവരെ കുറച്ച് സമ്പാദ്യങ്ങൾ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് കാണുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി ആ ഒരു ആ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. ഓൾറെഡി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നം ഫിനാൻഷ്യലി ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിലൊരു വലിയ മാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ഗോൾഡൻ ചാൻസസ് ആണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ഓൾറെഡി ഒരുപാട് ഇരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ ഒരിക്കലും വിട്ടു പോകാനാവില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളെ വിട്ടിട്ട് പോകാനായിട്ട് ആ വ്യക്തിക്ക് കഴിയില്ല എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അത് നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോടുള്ള സ്നേഹം അവരതുപോലെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ കാണാൻ പോലും ഈ വ്യക്തിക്ക് കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. ആൻഡ് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ റിലേഷൻഷിപ്പിലുണ്ട്. അതായത് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഒപ്പോസ് ചെയ്യുന്നത് കാരണമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തി അതെല്ലാം വളരെ സില്ലി ആയിട്ട് എടുക്കുന്നുണ്ട്. അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ മാത്രം മതി, നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ചില വ്യക്തികൾ ശ്രമിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ സൈഡിലുള്ളവരോ അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ വശത്തുള്ളവരോ ആയിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ അവിടെയും ഒരു ഫിനാൻഷ്യൽ മാറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ കാർഡ്സിലും ഫിനാൻഷ്യൽ സ്ട്രഗിൾ അല്ലെങ്കിൽ ഫിനാൻഷ്യലി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ആ വ്യക്തി അത്തരത്തിലുള്ളൊരു പ്രശ്നം നേരിടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ പ്രശ്നം തന്നെ ആയിരിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതലായിട്ടും കാണിക്കുന്നത്.
നിങ്ങൾക്കും ഈ ഒരു സെയിം എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ പ്രണയം ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്ത് ഈ സിറ്റുവേഷനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഒക്കെ കാണുന്നത് ഈ വ്യക്തി എന്താണ് അവരുടെ മനസ്സാലെ അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അരികിൽ വരണം. ആ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് ലഭിച്ച സന്തോഷം എന്ന് പറയുന്നത് അവർക്ക് മറ്റെങ്ങും കണ്ടെത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ അവരുള്ള സാഹചര്യത്തിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും കാണിക്കുന്നത്. അവർ നിങ്ങളോടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ അവരുടെ ലൈഫിൽ തിരിച്ചു വന്നതായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അവരുടെ മുന്നിൽ ഒരുപാട് എന്താണ് തടസ്സങ്ങളാണുള്ളത്. നേരിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ തടസ്സങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. പക്ഷേ അവർ മറ്റൊരു പാത്ത് ചൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു അഡ്ജസ്റ്റൻറ്റ് പോസിബിലിറ്റി അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ പോസിബിലിറ്റിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു പാത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സ്റ്റോം വാർണിംഗ് സൈൻ കാണിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റോം വാർണിംഗ് സൈൻ വന്നിരിക്കുന്നത്. അവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ അവരുടെ ലൈഫിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർ ഫേസ് ചെയ്യേണ്ടി വരും എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതിലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്ത് ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു ഹീലിങ്ങിലൂടെ അവർ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു. അവർക്കൊരു ഹീലിംഗ് എനർജി ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. സോ നിങ്ങൾക്ക് ഇടയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റ് ചില തേർഡ് പാർട്ടി എനർജീസ് ഉണ്ടെങ്കിലും അവർക്ക് ആ ഒരു ഹീലിംഗ് കിട്ടുന്നത് നിങ്ങളുള്ളപ്പോഴാണ്, നിങ്ങളുടെ സാമീപ്യമുള്ളപ്പോഴാണ് എന്ന് തന്നെയാണ് അവർ പറയാനും ആഗ്രഹിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊന്നും അവർക്ക് യാതൊരു വിധത്തിലും അവർ കെയർ ചെയ്യുന്നില്ല. ഓക്കെ, അതായത് അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുന്നു. അതായത് അവരുടെ മനസ്സിൻ്റെ ആ ഒരു പവർ അല്ലെങ്കിൽ അവരിപ്പോഴുള്ള എനർജി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഹൈഫൈ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് യെസ്, ഈ ഒരു റൊമാൻറ്റിക് പാത്ത് നിങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ തമ്മിലുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ വ്യക്തി അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും അനുകൂലമായിട്ടുള്ള എനർജീസ് വരാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വേദന നൽകുന്നത്. അവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളും അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളുണ്ട്, മെഡിക്കൽ ഫീൽഡ് കാണിക്കുന്നുണ്ട്. അതിലൊരു സ്റ്റഡി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ എന്തെങ്കിലും ജോബ് ചെയ്യുന്ന വ്യക്തികളോ ആയിരിക്കാനുള്ള സാധ്യതയാണ്. ലെറ്റർ വൈ, ലെറ്റർ എസ്, ലെറ്റർ ബി, ലെറ്റർ എ ആൻഡ് ലെറ്റർ എച്ച്, ലെറ്റർ എൻ, ലെറ്റർ ആർ, ലെറ്റർ കെ ആൻഡ് ലെറ്റർ എ. ഈ ലെറ്റേഴ്സിനൊക്കെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ആൻഡ് നമ്പർ 22, നമ്പർ 19, നമ്പർ 50 ആൻഡ് നമ്പർ 38, നമ്പർ 44, 39, നമ്പർ 13, നമ്പർ 1, 59, 43. ഈ നമ്പേഴ്സിനും സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട്. ഷോർട്ട് ടെമ്പേർഡ് ആണ് ഈ വ്യക്തി, പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് കാമാവുന്ന ഒരു ക്യാരക്ടറുമാണ്. ആൻഡ് ഒരു വെൽ വിഷറാണ് ഈ വ്യക്തി, എപ്പോഴും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ്. ആൻഡ് ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് ചില പ്രത്യേകതകളുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഹെയറിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഫ്ലവേഴ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിയോ നിങ്ങളോ ഒരു സമയത്ത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസിലായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.